ഹലോ വ്യൂവേഴ്സ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഞങ്ങളൊരു ചെറിയ ക്ഷേത്ര ദർശന പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം രണ്ട് പിള്ളേരും ഭയങ്കര അപ്സെറ്റാണ്. കാരണം അവൻ്റെ അച്ഛൻ കൂടെ ഇല്ല. പുള്ളി ഒരു മൂന്നാർ ട്രിപ്പിലാണ്, ടീം ഔട്ടിംഗ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര സന്തോഷമില്ല കേട്ടോ പിള്ളേരുടെ മുഖത്ത്. അപ്പോൾ ഞങ്ങളിത് പോകുന്നത് ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പം ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത്. കാരണം നിങ്ങൾ വിചാരിക്കും ഉച്ചയ്ക്ക് ഇത് ഏത് അമ്പലമാണ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് വെള്ളായണി ദേവീ ക്ഷേത്രമാണ് കേട്ടോ. അതായത് നേമം ആ ഒരു സൈഡിലായിട്ട്, ട്രിവാൻഡ്രത്തുള്ള നേമം എന്ന് പറഞ്ഞാൽ ആ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ചില ദിവസങ്ങളിലാണ് പ്രത്യേക പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സൺഡേ ഉച്ചയ്ക്ക് മധുപൂജ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കൂടാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇതൊരു അമ്മ പറഞ്ഞത് നമ്മുടെ ഒരു കുടുംബക്ഷേത്രമാണ് ഈ വെള്ളായണി ക്ഷേത്രം എന്നാണ്. ഞാനത് അധികം പോയിട്ടില്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കിള്ളിപ്പാലം സൈഡൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ സൺഡേ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൈവായിട്ടിരിക്കുന്ന സ്ഥലമാണ്. അതായത് ഈ പറയുന്ന കച്ചവടക്കാരായാലും റോഡൊക്കെ ആയാലും ഒത്തിരി ബിസിയൊക്കെ ആയിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ചൊവ്വ, വെള്ളി, പിന്നെ ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമേ ഈ അമ്പലം തുറക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ 2 കുട്ടീസും വളരെ സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് നല്ല സമാധാനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോകാൻ പറ്റി കേട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന ആർച്ച് എന്ന് പറയുന്നത് അമ്പലത്തിൻ്റെ ഒരു എൻട്രി ആണ് കേട്ടോ. മേജർ വെള്ളായണി ക്ഷേത്രം എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ പരിധിയിൽ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ആർച്ചിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം കേട്ടോ. ഏകദേശം ഒരു 1-1.5 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുത്തെ ഈ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സമയമാകുന്നവരും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി വരുവാണ്. ഇവിടെ ഇങ്ങനെ തട്ടമൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ, ദേവിക്ക് നേദിക്കാനായിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ തട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റോടൊപ്പം സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന സാധനമാണ് ഈ കള്ള് കേട്ടോ. മധു പൂജയൊക്കെ ഉണ്ടോ എന്നവർ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് കൊടുത്തിട്ട് എനിക്ക് റിട്ടേൺ കിട്ടിയ ആ ഒരു കള്ളാണ് ഞാൻ ആ കവറിൽ കെട്ടിയത് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം തൊഴുതു. അപ്പം എത്രയോ നേരം വെയിലത്ത് നിന്ന് ആ ഒരു തളർച്ചയൊക്കെ മാറ്റാനായിട്ട് പുറത്തുനിന്നൊരു സോഡാ നാരങ്ങയൊക്കെ വാങ്ങി കുടിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചൊരു ഓട്ടോ പിടിച്ചിട്ടായിരുന്നു വന്നത്. അപ്പോൾ ഈ കള്ളിങ്ങനെ പ്രസാദമായിട്ട് കിട്ടിയപ്പോൾ എനിക്കൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കേട്ടോ, ഈ വന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്നൊന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് തിരിച്ച് നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി. അപ്പോഴത്തേനും ഈ കവർ ഇങ്ങനെ വീർത്ത് പൊട്ടാറായ അവസ്ഥയായി കേട്ടോ. ആ കള്ള് അതിൻ്റെ അകത്തിരുന്നൊരു സോഡ പോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മൾ ദേവിക്ക് നേദിക്കാൻ കൊടുത്തത്. പഴം, കരിക്ക്, ഓറഞ്ച്, ഗ്രേപ്സ്, അതുപോലെ തന്നെ അവലും മലരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കള്ളിൻ്റെ കവർ എപ്പം വേണമെങ്കിലും പൊട്ടാം എന്നുള്ളൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ടേസ്റ്റ് എന്നറിയാനായിട്ട് ഞാൻ ഗ്ലാസ്സിൽ ഒരു ഓട്ട ഇട്ടിട്ട് പൊട്ടിച്ചൊഴിക്കുമായിരുന്നു കേട്ടോ. കാരണം അല്ലാതെ ഇച്ചിരി പാടായിരുന്നു. അത് കുലുങ്ങി ഇനി പൊട്ടി എങ്ങാനും പോയാലോ എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെറിയ ഹോൾ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഗ്ലാസ്സിലേക്ക്. അപ്പോൾ വന്ന ഉടനെ തന്നെ ഇതൊന്ന് ടേസ്റ്റ് നോക്കാനുള്ളൊരു ആകാംക്ഷയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ ടേസ്റ്റ് നോക്കി. കൊള്ളാം. ഇതാണോ മധുരക്കല്ല് എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, ആയിരിക്കാം. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം ഭയങ്കര ഒരു പുളിപ്പും ഇച്ചിരി മധുരവും. അപ്പം എന്തായാലും അമ്പലത്തിൽ ഇങ്ങനത്തെയൊക്കെ സാധനം കൊടുക്കുന്നതിന് നമുക്കൊരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കള്ള് ആക്ച്വലി സെപ്പറേറ്റ് ഒരു നിവേദ്യമാണ് കേട്ടോ. നമ്മൾ ഈ ഫ്രൂട്ട്സ് തട്ടത്തിൽ കൊടുക്കുന്നത് പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു കുടത്തിലാണ് കേട്ടോ ഈ കള്ള് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ.